أَمَّنْ يُجِيبُ الْمُضْطَرَّ إِذَا دَعَاهُ وَيَكْشِفُ السُّوءَ. നംൽ അധ്യായത്തിൻ്റെ 62-ാമത്തെ വാക്ക് മറക്കരുത്. ഭയങ്കര ആയത്താണ്, മറക്കരുത്. ഈ ആയത്ത് മറക്കരുത്. ഈ ആയത്ത് ജീവിതം മുഴുവൻ ഉപകരിക്കും. നംൽ അധ്യായത്തിൻ്റെ 62-ാമത്തെ ആയത്ത്. أَمَّنْ يُجِيبُ الْمُضْطَرَّ إِذَا دَعَاهُ أَمَّنْ يُجِيبُ الْمُضْطَرَّ إِذَا دَعَاهُ وَيَكْشِفُ السُّوءَ. അമ്മൻ അപ്പോൾ ഒരുത്തനല്ലയോ, യുജീബുൽ മുൾത്തറ ബുദ്ധിമുട്ടിയവന് ഉത്തരം കൊടുക്കുന്നവൻ, ഇദാ ദഅാഹു ആ പ്രതിസന്ധിയുടെ പരമാവധിയിൽ അവൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വയക്ഷിഫു സൂഅ അവന് വന്നുമുട്ട ബുദ്ധിമുട്ടിനെ തുറന്നു കൊടുക്കുകയും ചെയ്യും. അവനാണല്ലോ ഇന്ന് നംലിലുണ്ട്. അതുകൊണ്ട് അവർക്കിനി മുന്നോട്ട് പോകാൻ കഴിയാത്ത എത്തിയിട്ടുണ്ടോ? എന്നാ പോയിക്കോളി, ആളെത്തിയിട്ടുണ്ടാവും. ഒരുപാട് അർത്ഥമുള്ളത്. ബുദ്ധിമുട്ടിയാൽ ഉത്തരം ഉറപ്പ. ആരുടെ ഉറപ്പ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടൂല എന്നുള്ളതാണ്. നമ്മൾ ഏത് ബുദ്ധിമുട്ടിലും ഒരു സെക്കൻഡ് ഓപ്ഷൻ കണ്ടെത്തും. എന്താണെങ്കിലും നമ്മൾ ഈ ആശുപത്രി നമ്മളെ കുട്ടിയെ കയറ്റി പരിഹാരം ഉണ്ടാവണില്ലെങ്കിൽ നമ്മൾക്ക് മിംസ് കൊണ്ടുപോകാം എന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ അള്ളാഹ് ഇടപെടേണ്ടയില്ല, മിംസ് പോകാമല്ലോ. മിംസിൽ ഉദാഹരണം, മിംസ് ബേബി ഓക്കെ. അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ വിചാരിക്കും, അപ്പോളോയിൽ പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ ടിക്കറ്റ് ഫ്ലൈറ്റിന് കിട്ടുമാവോ, നമുക്ക് മദ്രാസ് പോകായിരുന്നു, കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പോളോയിലെത്തിയിരുന്നു എന്ന് വിചാരിക്കും. അപ്പോളോയിലെത്തി വേണ്ടതും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഡൽഹിയിൽ JJ ഹോസ്പിറ്റലിലെത്തിയാൽ വലിയ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വലിയ ലോകത്തന്നെ എണ്ണം പറയാവുന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് JJയിലെത്തിക്കായിരുന്നു പ്രശ്നം പരിഹരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടണില്ല. നമ്മൾ ഓരോന്നിനും സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാക്കും. നമ്മുടെ പ്രശ്നം അതന്നെ പ്രശ്നം. അമ്മ യുജീബുൽ മുൾത്തറിന് ഉത്തരം കൊടുക്കുന്നവൻ അല്ലാഹു അല്ലാതെ ആരാണ്? ബുദ്ധിമുട്ടി അതിന് മുന്നോട്ട് പോകാനേ കഴിയില്ല. അപ്പോഴോ അപ്പോൾ അല്ലാഹു തുറന്നു കൊടുക്കും. 62-ാമത്തെ ആയത്ത് നംൽ കണ്ടില്ലേ? أَمَّنْ يُجِيبُ الْمُضْطَرَّ إِذَا دَعَاهُ وَيَكْشِفُ السُّوءَ. أَمَّنْ يُجِيبُ الْمُضْطَرَّ ബുദ്ധിമുട്ടായവനെ ഉത്തരം കൊടുക്കുന്നവൻ അവനല്ലാതെ ആരാണ്? അവനാണോ? അവനല്ലാതെ അവനേക്കാൾ നല്ലവൻ ആരാണ്? നമ്മളെ അവസാനം നമ്മൾ ചെല്ലുന്ന ബൈത്തിലുണ്ടല്ലോ ഒരു വരി, നമ്മളുടെ ചെല്ലുന്നതിലൊരു വരിയുണ്ട്, നദാഹു മുൾത്തറുൻ അജാബ ദുആഹു. എന്താ തുടക്കം? നദാഹു മുൾത്തറുൻ അജാബ ദുആഹു അൻതൽ ജലീലുൽ ഫർദു വസ്സമദുൽ ലദി يعطي الذي يدعوه كل مناه يا ربنا يا ربنا يا ربنا يا ربنا يا رب يا رباه. എന്താ തുടക്കം? يا حي يا قيوم يا من كلما ناداه مضطر أجاب دعاه أنت الجليل الفرد والصمد الذي يعطي الذي يدعوه كل مناه. يا حي يا قيوم അതിൽ ഇസ്മുൽ അഅ്ലം ഉണ്ടെന്ന്. ഹയ്യും ഖയ്യൂമായവനെ, ഹയ്യായവനെ, ഖയ്യൂമായവനെ. യാ ഹയ്യു യാ ഖയ്യൂമു യാ മൻ കുല്ലമാ നാദാഹു മുൾത്തറുൻ, യാ മൻ ഒരുത്തനെ കുല്ലമാ നാദാഹു മുൾത്തറുൻ ഒരു കുടുങ്ങിയവൻ വിളിക്കുമ്പോഴെല്ലാം അജാബ ദുആഹു അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നവനെ, അൻതൽ ജലീൽ നീ തന്നെ വളർന്നവൻ.
അൽ ഫർദു, നീ തന്നെയാണ് ഒറ്റ. അസ്സമദു, നീ തന്നെയാണ് സ്വയം പര്യാപ്തൻ. അല്ലതി, ആരാണ് നീ? നീ ഒറ്റയാണ്, നിന്നെപ്പോലെ ഒരാളില്ല. നീ ഒറ്റയാണ്. നീ ആരാ? നീ അന്തൽ ജലീലുൽ ഫർദു വസ്സമദുല്ലദി യുഅതില്ലദി യദ്ഉഹു കുല്ല മുനാഹു. യുഅതില്ലദി യദ്ഉഹു, ദുആ ചെയ്യുന്നവന് മുഴുവനും അവൻ കൊടുക്കും. കുല്ല മുനാഹു, അവൻ്റെ ആഗ്രഹങ്ങളെയല്ല.